സിവിൽ മെക്കാനിക്കൽ കെമിക്കൽ ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ പി സി പുറത്തുവിട്ടിരിക്കുകയാണ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻ കേരള വാട്ടർ അതോറിറ്റി. കേരള വാട്ടർ അതോറിറ്റിയിൽ ആകാനുള്ള ഒരു അവസരമാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ പി സി പുറത്തുവിട്ടിട്ടുണ്ട്. ആദ്യമേ തന്നെ ശ്രദ്ധിക്കുക, അത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 4/2/2026 ഫെബ്രുവരി 4 മുന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അതിനുവേണ്ടി അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. കാറ്റഗറി നമ്പർ 706/2025 കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റ് ആണ്. അപ്പോൾ ഇത് നോക്കിയ സാലറി സ്കെയിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സാലറി സ്കെയിലാണ്. 53,900 മുതൽ 1,18,100 വരെയുള്ള സാലറി സ്കെയിൽ. വളരെ നല്ലൊരു സാലറി സ്കെയിലാണ് എന്ന് നിങ്ങൾക്കത് മനസ്സിലാവും അല്ലേ. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നിലവിൽ വേക്കൻസീസ് അവർ പുറത്തു വിട്ടിട്ടില്ല, പക്ഷേ നല്ല രീതിയിലുള്ള വേക്കൻസീസ് കാണും. അത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ എത്ര അഡ്വൈസ് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര പേരെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. നമുക്കത് വഴിയേ നോക്കാം. ഓക്കെ, മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് ഡയറക്റ്റ് അപ്പോയിൻമെന്റ് ആണ്. ഏജ് 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ ഏജ് റിലാക്സേഷൻ 3 to 5 years ഏജ് റിലാക്സേഷനും ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിവിൽ മെക്കാനിക്കൽ കെമിക്കൽ ബിടെക് അല്ലെങ്കിൽ BE കംപ്ലീറ്റ് ആക്കിയവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നീട് ഇവരൊരു ക്വാളിഫിക്കേഷൻ പറയുന്നത് പാസ് ഇൻ സെക്ഷൻസ് A and B ഓഫ് അസോസിയേറ്റ് മെമ്പർഷിപ്പ് എക്സാമിനേഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എഞ്ചിനീയേഴ്സ്. അതിൽ സിവിൽ മെക്കാനിക്കൽ കംപ്ലീറ്റ് ആക്കിയവർക്കും പറ്റുമെന്നുള്ള കാര്യം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് BE BTech സിവിൽ മെക്കാനിക്കൽ സിവിൽ മെക്കാനിക്കൽ കെമിക്കൽ എന്നീ പറയുന്ന സ്ട്രീമിൽ BE കംപ്ലീറ്റ് ആക്കിയവർക്ക് പറ്റുമെന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും അതിൻ്റെ മുമ്പിലത്തെ ഒരു പാറ്റേൺ, എത്ര പേരെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തായിരുന്നു എൻ്റെ കട്ട് ഓഫ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ എന്നാണ് നിലവിൽ വന്നത്, എന്നത്തേക്ക് ഇനി എക്സാം കാണും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ഐഡിയ കിട്ടുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതുകൊണ്ട് നമുക്ക് അതിലേക്കൊന്ന് കടക്കാം. ഡേറ്റ് ഓഫ് എഫക്റ്റ് റാങ്ക് ലിസ്റ്റ്, ലാസ്റ്റ് ടൈം റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 16/9/2023 അപ്പോൾ 3 year ആണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് ഏകദേശം 9/2026 വരെ, സെപ്റ്റംബർ മാസം 26 വരെ നമുക്ക് എന്താണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ കാണും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനി ഈ റാങ്ക് ലിസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി എക്സാം ഡേറ്റ് വരത്തുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ കാണും. അങ്ങനെയല്ല, അടുത്തൊരു എക്സാം PSC എന്തായാലും ഈ റാങ്ക് ലിസ്റ്റ് നിലവിലുള്ളപ്പോൾ തന്നെ നടത്താനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ അവരെന്ത് ചെയ്യും, പുതിയ റാങ്ക് ലിസ്റ്റ് ഇടാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് PSC വളരെ ഫാസ്റ്റായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഈ വിളിച്ച എക്സാമുകളെല്ലാം ഈ വർഷം തന്നെ കാണുമെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ഓക്കെ, അപ്പം അതാണ് റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു കാലാവധിയും, അല്ലെങ്കിൽ നമുക്ക് എക്സാം ഏത് സമയത്ത് പ്രതീക്ഷിക്കാമെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഐഡിയ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ എത്ര കോമ്പറ്റീഷൻ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ലാസ്റ്റ് ആപ്ലിക്കേഷൻ 50,000 പേരോളമുള്ള ആപ്ലിക്കേഷൻ ആയിരുന്നു ആദ്യം അവർക്ക് ലഭിച്ചത്. അതുപോലെ പിന്നീട് കൺഫർമേഷനൊക്കെ കൊടുത്തിട്ട് 40,000 പേരോളം എന്ത് ചെയ്തു, ഈ ലാസ്റ്റ് ഈ ഒരു എക്സാമിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഒന്ന് നോക്കുക. 40,000 പേരോളമാണ്, ഏകദേശം 40,000 പേരായിരിക്കും ഈ ഒരു കോമ്പറ്റീഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ നമ്പർ നമുക്ക് മനസ്സിലാവും. അത് വലിയ നമ്പർ ഒന്നുമല്ല. നോർമലി ഒരു ജനറൽ എക്സാംസിൻ്റെയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ, അല്ലെ LD പോലുള്ള മറ്റ് എക്സാമുകൾ വെച്ച് നോക്കുവാണെങ്കിൽ ഈ ഒരു നമ്പർ വളരെ ചെറിയ നമ്പറാണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർക്കുക. കട്ട് ഓഫ് എന്ന് പറയുന്നത് 47.33 ആണ്. മാക്സിമം മാർക്ക് വന്നിട്ടുള്ളത് 69 മാർക്കായിരുന്നു. 69.33 ആയിരുന്നു മാക്സിമം മാർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ 47 എന്ന് പറയുമ്പോൾ അതൊരു വലിയ കട്ട് ഓഫ് ഒന്നുമല്ല. സ്റ്റിൽ എക്സാമിൻ്റെ ഡിഫിക്കൽറ്റിയൊക്കെ അനുസരിച്ച് ഈ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ മാറിയിരിക്കും എന്നുള്ള കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ടോട്ടൽ അഡ്വൈസുകൾ പോയിട്ടുള്ളത് ഇതുവരെ 166 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. എത്ര പേരുള്ള മെയിൻ ലിസ്റ്റാണ് അവർ പബ്ലിഷ് ചെയ്തത്? 208 പേരുള്ള റാങ്ക് ലിസ്റ്റ്, മെയിൻ ലിസ്റ്റിൽ 208 പേരുള്ള റാങ്ക് ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്തതെന്നും ആലോചിക്കുക. അപ്പോൾ നമുക്ക് ഈ 166 നമ്പർ എന്ന് പറയുമ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു നമ്പറാണ്. ഇതുവരെ 166 പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അടുത്ത വർഷവും ഏകദേശം അത്രയൊക്കെ തന്നെ അഡ്വൈസുകൾ പോകാനും അല്ലെങ്കിൽ വേക്കൻസീസ് കാണാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടത്. നല്ല വേക്കൻസീസുമുള്ള, അല്ലെങ്കിൽ നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്താൽ, ഒരു A-level എക്സാം പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ജോലി ലഭിക്കും എന്ന് കൂടുതൽ സാധ്യതയുള്ള, ജോലി ലഭിക്കാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് കേരള വാട്ടർ അതോറിറ്റി AE എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് മെക്കാനിക്കലുകാർക്കാണേലും സിവിലുകാർക്കാണേലും കെമിക്കലുകാർക്കാണേലും എല്ലാം നമുക്ക് ഇത്രയും നല്ലൊരു വേക്കൻസി വരുന്നൊരു എക്സാം നമുക്ക് അധികമില്ല. അപ്പോൾ അങ്ങനെ ഒരു എക്സാമാണ് ഈ വാട്ടർ അതോറിറ്റി AE എന്നുള്ള കാര്യം ആലോചിക്കുക. അതനുസരിച്ച് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഒരു ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതും ഒരു AE പോസ്റ്റിലേക്ക് ഒരു ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ എക്സാം മിസ്സാക്കരുത്. അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു എക്സാം എഴുതുകയും വേണം, പ്രിപ്പയർ ചെയ്ത് എഴുതുകയും വേണം, ജോലിക്ക് കയറാൻ ശ്രമിക്കുകയും വേണം. അപ്പോൾ എന്തായാലും നമ്മുടെ ലാസ്റ്റ് ടൈം വാട്ടർ അതോറിറ്റി AEയുടെ ഫസ്റ്റ് റാങ്ക് ഏണസ്റ്റ് അക്കാഡമിക് ആയിരുന്നു എന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് നിങ്ങളോടൊന്ന് ഓർപ്പിക്കുകയാണ്. മുഹമ്മദ് ഷമീമിനായിരുന്നു നമ്മുടെ
വാട്ടർ അതോറിറ്റി എയുടെ ഫസ്റ്റ് റാങ്ക് നമ്മുടെ സ്റ്റുഡൻ്റ് തന്നെ ആയിരുന്നു എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുന്നു. അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി എയുടെ മറ്റ് റാങ്കുകളും അതുപോലെ റീസെൻ്റ് ആയിട്ട് നടന്ന ടെക്നിക്കൽ എക്സാമ്പിളുടെ എല്ലാം ടോപ്പ് റാങ്കുകൾ, ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്കുകളെല്ലാം ഏണസ്റ്റ് അക്കാഡമിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോഴുള്ളത്. അതുപോലെ തന്നെ ഈ പറയുന്ന മെക്കാനിക്കൽ റിലേറ്റഡ് എക്സാംസിൻ്റെ ടോപ്പ് റാങ്കുകൾ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, അതുപോലെ പോളിടെക്നിക് ലെക്ചറിൻ്റെ ടോപ്പ് റാങ്കുകൾ, അതുപോലെ AMBയുടെ ടോപ്പ് റാങ്കുകൾ, അതുപോലെ റീസെൻ്റ് ആയിട്ട് വന്ന ട്രേഡ്സ്മാൻ ടർണിങ്ങിൻ്റെ ടോപ്പ് 10 മിക്ക റാങ്കുകളും നമ്മുടേതായിരുന്നു. അതുപോലെ ട്രേഡ്സ്മാൻ മെഷീനിസ്റ്റിൻ്റെ ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക് മുതലായ ടോപ്പ് 10 മിക്ക റാങ്കുകൾ നമുക്കായിരുന്നു. അപ്പോൾ എന്തായാലും റീസെൻ്റ് ആയിട്ടുള്ള എക്സാമുകൾക്ക് എല്ലാം നല്ല റിസൾട്ട് ഏണസ്റ്റ് അക്കാഡമിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഒന്ന് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിലെത്താനും ആ ഒരു ജോലി നേടി കൊടുക്കാൻ ഉതകുന്ന വിധത്തിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അതിൽ ലൈവ് ക്ലാസ്സുകളുണ്ട്, റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്, മോക്ക് ടെസ്റ്റുകൾ, മോഡൽ ടെസ്റ്റുകൾ, മെൻറ്റർഷിപ്പ്, വാട്സപ്പ് കമ്മ്യൂണിറ്റി, അങ്ങനെ എല്ലാം അടങ്ങുന്ന ഒരു ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് നമ്മൾ തരുന്നത്. അപ്പോൾ നമ്മുടെ ബാച്ച് വാട്ടർ അതോറിറ്റി എയുടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന രീതിയിലുള്ള ഫുള്ളി ലൈവ് ക്ലാസ്സുകളും അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സുകളുമായിട്ടൊക്കെ നമ്മൾ നമ്മുടെ ലോങ് ടൈം ബാച്ച്, നമ്മുടെ പ്രീമിയം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒത്തിരി ഡിലേ ആവുന്നതിന് മുന്നേ, ഇപ്പോൾ വളരെ കുറച്ച് ക്ലാസ്സുകളാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഒത്തിരി ലേറ്റ് ആവുന്നതിന് മുന്നേ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന 4/2 മുന്നായിട്ട് നിങ്ങളിത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക, അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക, മറന്നു പോകരുത്. നമ്മളിതിങ്ങനെ മനസ്സിൽ വെക്കും, നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വിട്ടുപോകുന്നത് വളരെ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്തിടുക. അതുപോലെ തന്നെ പ്രിപ്പറേഷൻസ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുക. എക്സാം ലേറ്റ് ആവത്തൊന്നുമില്ല, എക്സാം നേരത്തെ തന്നെ വരും. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മുന്നേ എക്സാം വരും. വളരെ പെട്ടെന്ന് തന്നെ PSC കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രിപ്പറേഷൻസ് നിങ്ങൾ സ്പീഡപ്പ് ആക്കുക. നമ്മൾ അലസ്യതയോടുകൂടി ഇരിക്കേണ്ട. ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻസ് തുടങ്ങി നിങ്ങൾ മുമ്പിലെത്താൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.